ജോയ് ജോർജ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു 5-6 ജില്ലകളിലെങ്കിലും ഇതൊരു വലിയ പ്രശ്നമാണ്. ആദ്യം തന്നെ അങ്ങയോടൊന്ന് വളരെ ബഹുമാനത്തോടെ വിയോജിച്ചോട്ടെ. ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന നമ്മുടെ ഈ വിഷയം തന്നെ തെറ്റാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിരീതമായ അഭിപ്രായം. മനുഷ്യ വന്യജീവി സംഘർഷം എന്നുള്ളത് തെറ്റായൊരു സങ്കല്പമാണ്. കാരണം മനുഷ്യൻ്റെയും വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥകൾ വളരെ കൃത്യമായി തന്നെ നിർവചിക്കുകയും വേർതിരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വന്യജീവികൾ എത്തിപ്പെടുകയും മനുഷ്യനെ ആക്രമിക്കുകയും മനുഷ്യൻ്റെ ജീവനോപാധികൾക്കും ജീവനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെയാണ് എൻ്റെ ഒരു വിയോജിപ്പ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് കേരളത്തിൽ ഈ വനാതിർത്തി പങ്കിടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ എല്ലാ മിക്കവാറും ആലപ്പുഴ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും വനമുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആലപ്പുഴയിൽ കാട്ടുപന്നിയുടെ ശല്യം വളരെ ഉണ്ടാകുകയും അവിടെ ഒരു കപ്പയിട്ട് പോലും തിന്നാൻ പറ്റാത്ത സ്ഥിതി ആളുകൾക്കുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു പാൻ കേരളത്തിൽ മുഴുവൻ സ്ഥലത്തുള്ളൊരു വിഷയമാണ് വന്യജീവി ആക്രമണം എന്നുള്ളത്. അല്ലാതെ അത് കേരളത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് ജില്ലകളിലോ പ്രദേശങ്ങളിലോ മാത്രമുള്ള ഒരു വിഷയം അല്ലല്ല. ഇപ്പോൾ ആലപ്പുഴയിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമുക്ക് ഈ സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് ഉത്തരവ് കൊടുക്കുന്ന ഹോണററി വൈൽഡ് ലൈഫിൻ്റെ വാർഡൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവ് കൊടുക്കുന്നതിനകത്ത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ വനമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ പോലും വന്യജീവി ആക്രമണം എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഞാൻ വരാം. നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു ജയകുമാറും ഷീജയും? ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ മകൻ്റെ കല്യാണം നിശ്ചയിച്ച കുട്ടിക്ക് വിഷുവിന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ കൈനീട്ടം കൊടുത്ത് തിരിച്ചു വരുന്ന വഴി 7 മണിയുണ്ടായിരുന്നു, ഇരുട്ടായിരുന്നു, മഴ ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പരിചിതമായ സ്ഥലങ്ങളാണ്. ഒരു പ്രശ്നം, ഞങ്ങൾ ഒരു ആക്റ്റീവേമാണ് പോണത്. അപ്പോൾ വളരെ സ്പീഡ് കുറവായിരുന്നു വണ്ടിക്ക്. ഒരു വളവ് തിരിഞ്ഞ് തുമ്പൂർമൊഴിയുടെ കവാടം കഴിഞ്ഞ്, തുമ്പൂർമൊഴി തൂക്കുപാലത്തിൻ്റെ കവാടം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വളവുണ്ട്. അപ്പോൾ ഈ 7 മണി സമയത്ത് ടൂറിസ്റ്റുകൾ ധാരാളം വരെയും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയമാണത്. അപ്പോൾ ഒരു ടൂറിസ്റ്റിൻ്റെ ഒഴിവ് നോക്കിയിട്ടായിരിക്കും ആനയായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കേരളം ഒരു ആന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒഴിവ് നോക്കി ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വളവിൽ ഇറങ്ങണ വഴി ഞങ്ങൾ ചെന്ന് പെട്ട വഴി ആന ശരിക്കും പറഞ്ഞ് ചിഹ്നം വിളിച്ചു. അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ആന ചിഹ്നം വിളിച്ചു ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അകലെ ആന ചിഹ്നം വിളി കേട്ടാൽ തന്നെ നമ്മൾ പേടിക്കുന്ന, ഇത് തൊട്ടടുത്തൊരു ചിഹ്നം വിളി കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ കിളി പോയി. അപ്പം ഇത് നമ്മൾ ആ വഴി തന്നെ നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ശരിക്കും ബ്ലാങ്കായി. അപ്പോൾ ആന തുമ്പിക്കൈക്കാണോ തട്ടിയത് കാലിക്കാണോ തട്ടിയെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ശരിക്കും തട്ടി, ഞങ്ങൾ തെറിച്ചു വീണു. അത്ര അടുത്തായിരുന്നു, അത്ര അടുത്ത്, വളരെ അടുത്ത്. അപ്പോൾ രണ്ടുപേരും തട്ടിയാണ് വണ്ടിമേയാണ് തട്ടിയിരിക്കുന്നത്. വണ്ടിയുടെ അടക്കം ഞങ്ങളവിടെ തെറിച്ചു വീണുമ്പോൾ വണ്ടിയുടെ സൈഡ് കൊണ്ട് എൻ്റെ കാലും വൈഫിൻ്റെ കാലും ഒടിഞ്ഞു. ആളുടെ കാല് ഒടിഞ്ഞ് എല്ല് പുറത്തേക്ക് വന്നു. അപ്പോൾ അത്രയും ഗുരുതരം. പിന്നെ ഭാഗ്യത്തിന് അവിടെ അപ്പോഴേക്കും അവിടുന്ന് KSRTC വണ്ടി വരുന്നു. KSRTC വണ്ടി വന്നപ്പോൾ വെളിച്ചായി. പിന്നെ അപ്പോഴേക്കും ടൂറിസ്റ്റുകൾ അപ്പുറത്തുനിന്ന് വന്നു. അപ്പോൾ ആന ഇറങ്ങി അപ്പുറത്തേക്ക് പോയി, പുഴയുടെ സൈഡിലേക്ക് പോയി. കണ്ടായിരുന്നു? അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല, കിളി പോയി. കണ്ടില്ല? കണ്ടതേ ഇല്ലയോ? ഇല്ല, ആളൊന്നും കണ്ടില്ല. ആള് വീണപ്പോഴാണ് ആന തട്ടിയാണെന്ന് മനസ്സിലായോ? ഈ ആനയുടെ മുമ്പിൽ തന്നെ വീണോ? നിങ്ങൾ എങ്ങനെ കുറച്ച് ദൂരെ വീണോ? സൈഡിലാണ് ആന ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സൈഡിലേക്കാണ് ഞങ്ങൾ തെറിച്ച് വീണത്. സൈഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. പിന്നെ അതുവഴി പോയോ എപ്പോഴെങ്കിലും? പിന്നെ ഇപ്പോഴും നമ്മൾ സ്ഥിരം പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.